ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറെ സിലബസ് ഇനി വരാനിരിക്കുന്ന 2025 നമ്മൾ കാത്തു നിൽക്കുന്ന പരീക്ഷകൾ, അതായത് പോലീസ്, ഫയർ, പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകളുടെ ഒക്കെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സിലബസ് അനലൈസ് ചെയ്യലും എങ്ങനെ പഠിക്കണം എന്ന് തീരുമാനിക്കലും ഒക്കെ ആയിരിക്കും നമ്മള് PSC പഠിക്കുന്ന കുട്ടികൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ 10th ലെവലിലുള്ള മേജർ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയൊക്കെ സിലബസിൽ പ്രത്യേകതരം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരുന്നു ഈ പരീക്ഷകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതും പ്രിലിംസിന് കീഴിലുമായിരുന്നു. അല്ലെ, അത് പ്രിലിംസ് ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു മെയിൻസ് ക്ലിയർ ചെയ്യാൻ. ആ മെയിൻസിന്റെ കൂടെ സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇത് പ്രിലിംസ് അല്ല, ഒറ്റ പരീക്ഷയായിട്ടാണ്. 2025 PSCയുടെ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ ഓഗസ്റ്റ് ഒക്ടോബർ 2025 ഓഗസ്റ്റ് ഒക്ടോബറിനിടയ്ക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നതായിരിക്കും. അത് ആദ്യം ഓർത്ത് വെക്കുക. പിന്നെ കഴിഞ്ഞ സിലബസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പിക്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഒറ്റ വ്യത്യാസം, നമ്മുടെ കഴിഞ്ഞ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ് ഭക്ഷ്യം, സപ്ലൈകോ, ഭക്ഷ്യവിതരണം, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് ഈ ഒരു സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ സിലബസ് വന്ന് നോക്കുന്ന സമയത്ത് PSC ഈ സ്പെഷ്യൽ ടോപ്പിക് അതിൻ്റെ അന്ന് എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ. സ്പെഷ്യൽ ടോപ്പിക് എടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് ഉണ്ടായിരുന്ന വെയിറ്റേജ് മറ്റ് സബ്ജക്റ്റുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സിലബസിലെ മാർക്ക് വെയിറ്റേജ് കുറഞ്ഞ ടോപ്പിക്സിന് ഈ സിലബസിലേക്ക് വരുന്ന സമയത്ത് മാർക്ക് വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഈ ഒരു കാര്യമാണ്. നമുക്ക് പ്രിലിംസ് ഇല്ല, സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. അപ്പൊ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ജോലി എന്ന് പറയുന്നത്. പലർക്കും സംശയമാണ്, എന്താണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന സംശയം പലർക്കും ഉണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പറയുന്ന പോലെ തന്നെ ഒരു സെയിൽസ്മാൻ ആണ്. നമ്മൾ ഒരു സാധാ ഒരു കടയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ സർക്കാരിന് കീഴിൽ വർക്ക് ചെയ്യുന്നു. ഇരുന്നുള്ളൊരു ജോലിയൊന്നും അല്ല എന്നുള്ള നമുക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഓഫീസ് ഡ്യൂട്ടി ഒന്നും അല്ല. അവിടെ കസ്റ്റമറുമായിട്ട് കാര്യങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കുക, പിന്നെ ബില്ലിങ് ചില സമയത്ത് അത് ബില്ലിങ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക്, റീസ്റ്റോക്ക്, അവിടെ എത്ര സ്റ്റോക്കിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ പ്രത്യേക തരത്തിലുള്ള സ്കീമുകളോ ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ വിവരം കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ സെയിൽസ്മാന്റെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. സെയിൽസ്മാൻ സാധാ കച്ചവടക്കാരന്റെ ഒരു കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്കറിയാം മാവേലി സ്റ്റോർ, പിന്നെ മാവേലി ഹൈപ്പർ സ്റ്റോർ, ഡിപ്പോ, അങ്ങനെ ഗോഡൗൺ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയം നമുക്ക് മാവേലി സ്റ്റോർ ആയിരിക്കും, അല്ലെങ്കിൽ മാവേലി ഹൈപ്പർ സ്റ്റോർ ആയിരിക്കും. ഇതിൽ ഓരോന്നിലും വർക്കിംഗ് ടൈമിന് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗോഡൌണിലൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു സർക്കാർ ജീവനക്കാരന്റെ എങ്ങനെയാണോ വർക്കിംഗ് ടൈം ഏകദേശം അതിന് സിമിലർ ആണ്. ഒരു 9:30 to 6, മറ്റേ നമുക്കറിയാം 10 to 5 ഒക്കെയാണ് ഉണ്ടാവുക. ഇതൊരു 9:30 to 6 ആണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. എന്നാൽ മാവേലി സ്റ്റോറിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് 9:30 to 7, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് വർക്കിംഗ് ടൈം വരുന്നത്. ആ ഒരു കറക്റ്റ് ഓരോന്നിനും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ അല്ലേ. ഇനി ഹൈപ്പർ സ്റ്റോറൊക്കെ ആകുമ്പോൾ 10 to 8, അപ്പം രാവിലെ 10 മണി മുതൽ 8 മണി വരെ. അപ്പം അത്രയും വർക്കിംഗ് അവേഴ്സ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത്രയും അവേഴ്സ് വർക്ക് ചെയ്യും, അതിനനുസരിച്ച് ആനുകൂല്യങ്ങളൊന്നും ഇല്ലേ എന്നുള്ളൊരു കാര്യം നമ്മളെ മൈൻഡിൽ അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. അപ്പം എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഇരുന്നുള്ള ജോലിയല്ല, നിങ്ങൾ ആദ്യമേ ഓർത്ത് വെക്കണം. പിന്നെ പല ആളുകളും നെഗറ്റീവ് അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ അത്ര പേരെ എടുത്തു, അതിന്റെ മുന്നത്തെ ലിസ്റ്റിൽ ഇത്ര പേരെ എടുത്തു, അപ്പൊ ഇതിന് ഇനി നിയമനം ഉണ്ടാവില്ല, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നെഗറ്റീവ് കാര്യങ്ങൾ കുട്ടികൾ തന്നെ ചോദിച്ചിട്ടുണ്ട് പല ആളുകളും. അപ്പൊ എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്, നമുക്ക് മുന്നിലുള്ള ഓരോ എക്സാമും നമുക്ക് നമ്മളെ വിലയിരുത്താനുള്ള സമയമാണ്. ആ വിലയിരുത്താനുള്ള സമയം, നമ്മളിപ്പോൾ LDക്ക് പഠിച്ച ആളുകളാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് വേറൊരു വ്യത്യാസവും ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വരുന്നില്ല. അതേ സിലബസ് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനമാണ്, ഞാൻ പഠിച്ചതിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. ജോലിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് നോക്കുന്ന ആളുകളാണെങ്കിൽ അതിനും വലിയ കുഴപ്പമില്ലാത്തൊരു ജോലിയൊക്കെ തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ജോലി ഉണ്ടാകുന്നത് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനി ഓരോ കൊല്ലങ്ങൾ ഓരോ റാങ്ക് ലിസ്റ്റിന് ഓരോ രീതിയാണ് ഉണ്ടാവുന്നത്. ചിലത് ആ റാങ്ക് ലിസ്റ്റിലുള്ള ഫുള്ള് എടുക്കാറുണ്ട്, ചിലത് നമുക്കറിയാം ഓരോ കേസുകളും കാര്യങ്ങളും പെട്ടു പോകാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. അത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ല, അധികം റാങ്ക് ലിസ്റ്റിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മുന്നിലുള്ള എക്സാമുകൾ ഏതൊക്കെയാണോ വരാനുള്ളത് അതിന് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ,
കാറ്റഗറി നമ്പർ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 527/2024 ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഡിസ്ട്രിക്ട് വൈഡ് പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒഴിവുകളും ഉണ്ടാവും. ഓക്കെ, 18 മുതൽ 36 വരെയുള്ള വയസ്സ് വരെയുള്ള, പക്ഷെ അതിൽ നിങ്ങൾക്ക് അറിയാലോ എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ SC ST പിന്നെ മറ്റ് ബാക്ക്വേർഡ് കാസ്റ്റിനൊക്കെ എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാലറി എന്ന് പറയുന്നത് LD-ന്റെ അതേ റേഞ്ച് തന്നെ, ചിലപ്പോൾ LD-നേക്കാളും കുറച്ച് ഒരു ആനുകൂല്യങ്ങളൊക്കെ കൂട്ടുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം, എന്തായാലും LD-നേക്കാളും ഉയർന്നിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം സെക്കൻഡ് സാറ്റർഡേ ഒന്നും നമുക്ക് അവധിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഈ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ ആലോചിച്ചിരിക്കുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിലേക്ക് കടക്കാം. സിലബസിൽ നോക്കുന്ന സമയത്ത് പണ്ടൊക്കെ ചരിത്രത്തിന് 4 മാർക്കൊക്കെ ഇരുന്ന് കൊടുത്തോണ്ടിരുന്നത്, ഇന്നത്തെ സിലബസിൽ 5 മാർക്ക് ഉണ്ട്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ മാർക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചരിത്രം, പിന്നെ ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, ഭരണഘടന, ഭരണ സംവിധാനം, ബയോളജി, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, കലാകായികം, സാഹിത്യം, സാംസ്കാരികം, പിന്നെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന IT-ന്റെ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങള്, ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് ഉണ്ട്. ഗണിതം, അതായത് കണക്ക് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഇനി ചരിത്രം നോക്കുകയാണെങ്കിൽ കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, പിന്നെ ലോക ചരിത്രവും പറയുന്നുണ്ട്. ഓക്കെ, സെയിം അതേ സിലബസിൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ മൊത്തം എത്ര മാർക്കാണ് ചരിത്രത്തിന് വരുന്നത്? ഹിസ്റ്ററി 5 മാർക്കിലാണ്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള, അതായത് കേരള ചരിത്രം നോക്കിയാണെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് 1956 രാഷ്ട്രീയ കാലഘട്ടം, ആ ഒരു സമയം വരെ ഉള്ളത്. പിന്നെ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം മുതലുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് 1857 റിവോൾട്ട് മുതലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ചരിത്രത്തിൽ. ലോക ചരിത്രം നമുക്ക് അറിയാലോ, വിപ്ലവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഭൂമി, മൊത്തം ഭൂമിയുടെ അന്തരീക്ഷം, അതിന്റെ ഘടന, ഭൂമിയുടെ ഘടന, പിന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, ഇതൊക്കെയാണ്. ടോട്ടൽ എത്ര തന്നെയാണ് ജോഗ്രഫിക്കും വരുന്നത്? 5 മാർക്ക് തന്നെയാണ്. ഇനി എക്കണോമിക്സിനൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടോപ്പിക്സ് കുറച്ചേ വരുന്നത്. കണ്ടോ, ഭരണഘടനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പിക്സ് കുറച്ചേ വരുന്നുള്ളൂ. ഭരണഘടനയായിട്ട് കമ്പയർ ചെയ്യേണ്ട, അല്ലാതെ നിങ്ങൾ ഇത് നോക്കിയേ, നമ്മുടെ ജോഗ്രഫി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടോപ്പിക്സ് എക്കണോമിക്സിന് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് ഉള്ളതും നല്ല മാർക്ക് ഉള്ളതുമായിട്ട് സെയിം മാർക്ക് തന്നെയാണ് വരുന്നത്, 5 മാർക്ക്. അതൊക്കെ ആദ്യം തന്നെ പഠിച്ചു വയ്ക്കാം. പിന്നെ നമ്മുടെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല. LD സിലബസ് ആയിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പിന്നെ കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, പിന്നെ ഭേദഗതികൾ, ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും, ലിസ്റ്റുകൾ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇതിന്റെ സിലബസിൽ വരുന്നത്. പിന്നെ കേരളം, ഭരണ സംവിധാനം, സിവിൽ സർവീസ്, തണ്ണീർത്തട സംരക്ഷണം, പിന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, പിന്നെ സാമൂഹ്യ ക്ഷേമം, സ്ത്രീകള്, കുട്ടികള് സംരക്ഷണം തുടങ്ങിയ പല കാര്യങ്ങളും ഇതിൽ ആഡ് ആവുന്നുണ്ട്. LDക്ക് പഠിച്ച ആളുകളാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് ബയോളജിക്ക് ശ്രദ്ധിക്കുക, 6 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ഫിസിക്സ് 3 മാർക്ക്, പിന്നെ അതേപോലെ തന്നെ കെമിസ്ട്രിക്കും 3 മാർക്ക്, അതായത് മൊത്തമായിട്ട് ഫിസിക്കൽ സയൻസ് എന്നുള്ള രീതിയിൽ 6 മാർക്ക്, ബയോളജിക്കൽ സയൻസ് എന്നുള്ള രീതിയിൽ, അല്ല നാച്ചുറൽ സയൻസ് എന്നുള്ള രീതിയിൽ 6 മാർക്ക്, മൊത്തം സയൻസിന് 12 മാർക്ക്. ഇനി കല, കായികം, സംസ്കാരം എത്ര തന്നെയാണ്? 5 മാർക്കാണ് വരുന്നത്. ഒന്നും വിട്ടേക്കരുത്. അതിൽ കായികത്തിൽ മെയിനായിട്ട് ഇത്രയും ടോപ്പിക്സ് കായികം എന്ന് പറഞ്ഞ ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം നോക്കി വെക്കുക. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ സാഹിത്യം, മലയാളം പഠിക്കുന്നതിന് കൂടൊപ്പം തന്നെ സാഹിത്യത്തിലെ, അതായത് പ്രധാനപ്പെട്ട എഴുത്തുകാര്, അവരുടെ ആദ്യത്തെ കൃതികള്, അതിൽ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാനമായിട്ടുള്ള കൃതികൾ, കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ, IT എത്ര മാർക്കിന് വരുന്നുണ്ട്? 3 മാർക്കിന് വരുന്നുണ്ട്. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ ഇന്റർനെറ്റ്, സൈബർ ക്രൈംസും സൈബർ ലോസും. സൈബർ ക്രൈംസ് ഒക്കെ ആദ്യമേ നോക്കി വെക്കുക കേട്ടോ. സൈബർ ലോസിന്റെ കാര്യങ്ങളും PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്തത് സുപ്രധാന നിയമങ്ങൾ, ഇൻഫർമേഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, വൾണറബിൾ സെക്ഷൻസ് ഉണ്ട്, SC ST അതിൻ്റെയൊക്കെ ആക്ടുകൾ, മൈനോറിറ്റി കമ്മീഷൻസ്,
വുമന്റെ പ്രൊട്ടക്ഷനായിട്ട് വന്നിട്ടുള്ള ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം തുടങ്ങിയിട്ടുള്ളത്, പിന്നെ പോക്സോ നിയമം, ഇതൊക്കെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ്. എത്ര മാർക്ക് ഉണ്ട് സുപ്രധാന നിയമങ്ങൾക്ക്? 5 മാർക്കാണ് ഉള്ളത്. ഓക്കെ, ഇനി ആനുകാലിക വിഷയങ്ങൾ വിട്ടുപോരുതേ. എവിടെതാ 20 മാർക്കിനൊരു ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ് പറയുന്നത്. അടുത്ത നോക്കുക, കണക്കിന് അല്ലെ, നമ്മുടെ ഗണിതം എത്ര മാർക്കിനാണ്? ലഘുഗണിതം 5 മാർക്കും, മാനസിക ശേഷി പരിശോധന അല്ലെ അതിന് വരുന്നത് 5 മാർക്കും. മൊത്തം ഏതിലാണ്? മൊത്തം 10 മാർക്കാണ് കണക്കിന് വരുന്നത്. ക്ലിയർ അല്ലെ? ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിനും 5ഉം 5ഉം ടോട്ടൽ എത്ര തന്നെ? 10 മാർക്കിന്. ഗ്രാമറും വൊക്കാബുലറി എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഗ്രാമറിന് നമ്മൾ LDക്ക് പഠിച്ചിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ വേർബ്സിൻ്റെത്, പിന്നെ ഡയറക്റ്റ് സ്പീച്ച്, ഈഫ് ക്ലോസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ പഠിച്ച് തന്നെ ഒന്നും കൂടി ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. ഇനി വൊക്കാബുലറിയോ? വൊക്കാബുലറി ആന്റോണിമ്, സിനോണിമ്, ഫ്രേസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സും ഫ്രേസസും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. നോക്കി വെക്കുക കേട്ടോ. ഇനി അതുകൂടാതെ പ്രാദേശിക ഭാഷ, മലയാളമാണ് നമ്മളത് അല്ലെ. അതിൽ എന്തൊക്കെയാ ഉള്ളത്? പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, വിപരീത പദം, പര്യായ പദങ്ങള്, ശൈലികള്, പഴഞ്ചൊല്ലുകള്, ഇതൊക്കെ തന്നെയാണ് ഏതിലും വരുന്നത്? മലയാളത്തിൽ വരുന്നത്. കുറച്ചൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്കതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണോ LDക്ക് പഠിച്ചത് അതേപോലെ തന്നെ കവർ ചെയ്ത് വരിക. LDക്ക് പഠിച്ച ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് തുടങ്ങുക. പിന്നെ അതിനോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞുള്ള എക്സാമുകൾ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ. പ്രിലിംസിന് പഠിക്കുന്ന ആളുകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഈ ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ അങ്ങോട്ട് വിട്ടേക്കും. പ്രിലിംസിന് വേണ്ടി മാത്രമാവും പഠിത്തം. അത് അങ്ങനെ ആവരുത്. എപ്പോഴും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ പൊടി തട്ടി നോക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഒന്ന് നോക്കാൻ വിട്ടുപോയാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ പുതുതായി പഠിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, ഇങ്ങനെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്